ഞാൻ അഡ്വക്കേറ്റ് സജു, ഞാൻ അഫാന്റെ അഭിഭാഷകനാണ്. ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് എന്നെ ജയിലിൽ നിന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല, വിളിച്ചു പറഞ്ഞിട്ടില്ല. കൂടാതെ ഈ സംഭവം ഞാൻ അറിയുന്നത് മീഡിയ വഴിയാണ്. അന്നേ ദിവസം ഉച്ചയ്ക്ക് മീഡിയ വഴിയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. ഞാൻ ആ സംഭവം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ എന്നോട് അതിനു മുമ്പ്, അതായത് 3-ാം തീയതിയും 8-ാം തീയതിയും കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട് അഫാനെ. അപ്പൊ അഫാനെ പോയി കണ്ട സമയത്ത് ഇയാൾ എന്നോട് വളരെ നേരം ഇന്ന് സംസാരിച്ചതിന് ശേഷം അയാൾ പറഞ്ഞത് ബെയിൽ എടുക്കണം, ജാമ്യാപേക്ഷ മൂവ് ചെയ്യണം എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരാൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ദൈവത്തിന്റെ വിധി എന്നേ പറയാൻ പറ്റുള്ളൂ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള അഫാൻ ഇപ്പൊ മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിലാണ്. എന്തൊക്കെയാണെങ്കിലും ഒരു 30% പോലും ജീവിതത്തിലോട്ട് ഇനി തിരിച്ചു വരാൻ ചാൻസ് ഇല്ല എന്നാണ് ഇദ്ദേഹത്തെ ഇപ്പൊ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. പോലീസ് പറയുന്നത് ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നാണ്. എന്നാൽ അഫാന്റെ വക്കീൽ ഇത് നിരുപാധികം തള്ളിക്കളഞ്ഞേക്കുവാണ്. ബെയിലിന് ശ്രമിക്കണമെന്നും പുറത്തിറങ്ങണമെന്നൊക്കെ അഫാൻ 2 ദിവസം മുമ്പ് കൂടി പറഞ്ഞതാണെന്നാണ് ഈ വക്കീൽ പറഞ്ഞു വെക്കുന്നത്. ചില ആൾക്കാർ ഇങ്ങനെയാണ്, പൊട്ടന്മാരാണ്. എടുത്തു ചാട്ടം കൊണ്ട് അവരുടെ കുടുംബം തന്നെ നശിക്കും. ഇപ്പൊ കണ്ടില്ലേ, മൊത്തം ആ കുടുംബം ചിന്ന ഭിന്നമായി. ഇവനിപ്പോ മരിക്കുകയോ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്നൊന്നുമല്ല ഞാൻ ചിന്തിക്കുന്നത്. ഇവന്റെ മാതാപിതാക്കളെ കുറിച്ചിട്ടാണ്. ഈ ഒരുത്തം കാരണം ആ കുടുംബം മൊത്തം നശിച്ചു. ആകെ ഉണ്ടായിരുന്ന വേറൊരു മകനാണ് ഈ കൊല്ലപ്പെട്ടു ഇവൻ കാരണം. ബാക്കിയുള്ള കുടുംബാംഗങ്ങളെല്ലാം കൊന്നത് കാരണം എല്ലാവരും വെറുക്കപ്പെട്ട് ഈ ഒരു മാതാപിതാക്കൾ ഒരു മൂലക്കേട്ട് മാറി ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഓൾറെഡി അവർ കടത്തിലും പ്രശ്നങ്ങളിലും ഒക്കെ തന്നെയാണ്. ഇപ്പൊ ആ ഒരു വീട്ടിലോട്ട് പോലും അവർക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഈ ഒരുത്തന്റെ അവിവേകം കൊണ്ടാണ്.